ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? നമുക്ക് ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇന്ന് കുറച്ച് നല്ല നല്ല വിഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നല്ല, ഇന്ന് രണ്ടാളും കൂടെ നോമ്പ് തുറക്കാനുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാക്കിയും ഓരോ മോനും ഉണ്ട് നോമ്പ് തുറക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ ഒന്ന് പുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ, ഇന്നും കട്ട്ലേറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും എന്തോ ഒരു തികയാത്ത പോലെ തോന്നി കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ഇന്നും എന്നാ കട്ട്ലേറ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളത് മസാലയൊക്കെ റെഡിയാക്കി കുപ്പീൻ്റെ മൂടിയിൽ വെച്ച് ഒരേ ഷേപ്പിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡിൽ പൊതിയലും മുട്ടയിലും മുക്കലൊക്കെ ഞാൻ ഇച്ചുമോളെ ഏൽപ്പിച്ചിട്ടോ. അത് ഓള് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിതാട്ടോ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫസ്റ്റത്തത് അവിടെ പൊരിയാനിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മൾ അരി ഊറ്റേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ വെള്ളത്തിൽ പുതിർത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഊറ്റി വെച്ചു. പിന്നെ ഇതാ ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വല്ലാണ്ട് മുരിയൊന്നും വേണ്ട കേട്ടോ. ഒരു പാകത്തിന് മസാല ആക്കാനല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മസാലയിൽ ഞാൻ നമ്മൾ സാധാരണ ഇടുന്നത് അതിലേക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിക്കൻ്റെ മസാല പെരക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള മക്കളാണ്, ഓരോ ബർത്ത്ഡേ ആണ് കേട്ടോ ഒരു മോളത്. അപ്പോൾ മുട്ടായി തരാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയും കൊണ്ട് തന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. ഉള്ളി, അതുപോലെ ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന, വേണ്ട സംഭവങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇത് അടുപ്പ് എത്തിച്ചു. ചോറ് അടുപ്പത്തു നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്കും ഉള്ള ചോറിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇതാ വാട്ടി സൺഫ്ലവർ ഓയിൽ അതിന് വേണ്ടതൊക്കെ ഇട്ടിട്ട് പിന്നെ ചോറിനുള്ള വെള്ളവും ഒന്നിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ തിളയ്ക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള പൊടികൾ മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മന്തി മസാല, പിന്നെ ചിക്കൻ്റെ ആ ഒരു കട്ടയില്ലേ അത്, കുറച്ച് കോൺഫ്ലവർ പൊടി, അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഇട്ടു. ഒക്കെ നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ നമ്മളെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചോറ് ഇളക്കാനും വരുന്നുണ്ട്. ബിരിയാണീനെക്കാട്ടിയും എനിക്കിഷ്ടം മന്തിയാണ് കേട്ടോ. എല്ലാവരും നമുക്ക് ഒരു മടുപ്പില്ലാതെ കഴിക്കാനൊരു സുഖം ഉണ്ടല്ലോ. മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ചോറിനുള്ള പരിപാടി മസാല അവിടെ ആയിട്ടുണ്ട്. പിന്നെ എണ്ണക്കടി ഇതാ ഞാനിവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇക്ക ജ്യൂസിനുള്ളത് മാങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ മാങ്ങ മുറിച്ച് ജ്യൂസ് അടിക്കാൻ നോക്കുന്നുണ്ട്. നിച്ചുമോൾ ഇതാ വത്തക്ക പിന്നെ മുറിച്ചിട്ട് ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ ജ്യൂസും കട്ട്ലേറ്റും പിന്നെ വത്തക്കയും ഈത്തപ്പഴവും ജ്യൂസും ഒക്കെ ഇതവിടെ കൊടുന്ന് വെച്ച് സെറ്റാക്കണുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, വേറെ ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ, ഒരാളാണെങ്കിലും വേറെ ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക വെപ്രാളല്ലേ അല്ലേ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊറക്കലൊക്കെ കഴിഞ്ഞതാ അടുത്ത പരിപാടി ഒരു ലോഡ് പാത്രം ഉണ്ടായിന് കേട്ടോ കഴുകാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.